സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയുണ്ടാകും. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ മഴ തുടരുകയാണ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും വർഷ ചേരുന്നുണ്ട്. വർഷ, വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് തൃശ്ശൂരിലെ ഓണപരീക്ഷയെല്ലാം ശക്തമായ മഴയെ തുടർന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപിക, വടക്കൻ കേരളത്തിൽ മഴ ശക്തമായി തുടരുക തന്നെയാണ്. കോഴിക്കോട് ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും കോഴിക്കോട് ഓറഞ്ച് അലേർട്ടിന് സമാനമായ മഴ തന്നെയാണ് രാവിലെ മുതൽ ലഭിക്കുന്നത്. നിലവിലിപ്പോൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. എങ്കിലും കോഴിക്കോട് ഉൾപ്പെടെയുള്ള മറ്റ് ജില്ലകളിലെല്ലാം ഈ ഒരു ഓറഞ്ചിന് സമാനമായ രീതിയിലുള്ള മഴ ലഭിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇനി വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മത്സ്യബന്ധന മേഖലയ്ക്ക് കൊടുത്ത നിർദ്ദേശമാണ്. കാരണം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധന മേഖലയിലുള്ളവരോട് പ്രത്യേക ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂരിലും ഈ ശക്തമായ മഴ തുടരുന്നു എന്നുള്ളതാണ്. ശക്തമായ മഴയെ തുടർന്നാണ് തൃശ്ശൂരിലെ പരീക്ഷകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് മാറ്റിവെച്ചത്. ഇന്ന് തൃശ്ശൂരിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകളെല്ലാം തന്നെ ഈ അവധി ബാധകമാണ്. ഓണപരീക്ഷ ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകളും ഇന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. ഈ തീയതിയെല്ലാം ഇതിനുശേഷം അറിയിക്കുന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ശക്തമായ മഴ തൃശ്ശൂരിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴ തന്നെ തുടരുകയാണ്. ശരി, വടക്കൻ കേരളത്തിൽ മഴ തുടരുകയാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. വർഷയാണ് വിവരങ്ങൾ നൽകിയത്.